ഹായ് ഫ്രണ്ട്സ്, സുനിൽ ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് ട്രിമ്മർ അല്ലേ. അപ്പോൾ ആ ട്രിമ്മർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള സുനിൽ അഗ്രിടെക്സ് എന്ന ചാനലിലും നിങ്ങളൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് കയറുന്നുണ്ട് ഈ ട്രിമ്മറിന്, പക്ഷേ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നില്ല, ഓൺ ആവുന്നില്ല. അതാണ് പ്രശ്നം. ട്രിമ്മർ വർക്ക് ചെയ്യുന്നില്ല, ചാർജ് കയറുന്നുണ്ട്. ചാർജ് കയറുന്ന വെച്ചാൽ ഇതിൻ്റെ ചാർജർ വേറെയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു അഡാപ്റ്റർ വെച്ചിട്ടുള്ള ചാർജറാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ലോക്ക് എടുത്തിട്ട് അതിൻ്റെ പിടിച്ചിട്ട് നമുക്ക് ബ്ലേഡ് ഒന്ന് ഊരിയെടുക്കാം. ഇത് കണ്ട. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നിലത്ത് വീണിട്ട് അതിൻ്റെ ആ ലോക്ക് പൊട്ടിയതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് വേറൊരു ലോക്ക് ഉണ്ടാക്കിയിട്ടതായിരുന്നു. അതിനുശേഷം ഇത് 5-8 മാസം ഉപയോഗിച്ചു നമ്മൾ. അപ്പം നമുക്ക് ഈ ബ്ലേഡ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. ഇതിന് 2 സ്ക്രൂ ആണ് വരുന്നത്. ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും. എങ്കിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് എല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് കമ്പനിയുടെ ആയാലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് 2 സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സ്പ്രിങ് വരുന്നുണ്ട്, പിന്നെ ആ ബ്ലേഡും വരുന്നുണ്ട്. ഇത്രയും സംഭവങ്ങളെ വരുന്നുള്ളൂ. ഇതുണ്ട്, സ്പ്രിങ് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് പോലത്തെ ഇതും വരുന്നുണ്ട്. കണ്ടോ, ആ ബ്ലേഡ് നമുക്ക് 2 ബ്ലേഡാണ്. കണ്ടോ, 2 ബ്ലേഡ് അഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ മുടിയും അതൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചിലർ ഇത് കഴുകാറുണ്ട്. അപ്പോൾ കഴുകുമ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ കൊറോഷൻ പോലെയൊക്കെ വരും, പിന്നെ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ടൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രിമ്മറിന് സ്പീഡ് കിട്ടാതെ നമുക്ക് ആ ഒരു ശരിയായ രീതിയിലുള്ള സ്പീഡ് കിട്ടില്ല. കണ്ട്, ഈ ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമ്പോഴാണ്, ഈ മുകളിലത്തെ ബ്ലേഡ് ചലിക്കുമ്പോഴാണ് ഇത് കട്ടായി വരുന്നത്. ഉണ്ടോ, അതിൻ്റെ ഇത് നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വെച്ച് നോക്കിയിട്ടൊന്ന് നോക്കുക. ഇപ്പോൾ അത് കണ്ടോ, നല്ല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അതിലുള്ള പൊടിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിന്നെ സ്പ്രിങ് കണ്ടോ, സ്പ്രിങ് അത് അതിൻ്റെ അതിലുള്ള പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ട്രിമ്മർ ഇടയ്ക്ക് ഇതുപോലെ അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ അത് മുടിയൊക്കെ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ആവും. അന്നേരം നമുക്ക് ശരിയായ സ്പീഡ് കിട്ടില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ചാർജ് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ കൂടുതൽ ടൈറ്റ് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും. കണ്ടോ, നമ്മൾ അതിൻ്റെ ആ ഇത് വെച്ചു, അതിന് ശേഷം ഒന്ന് സ്ക്രൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഏത് മോഡൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ ഇത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ പിന്നെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ, ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള അഴിച്ചിട്ട് ബ്ലേഡ് അഴിച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ള എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. 2 സ്ക്രൂവും നമ്മൾ ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ബ്ലേഡ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രിമ്മറിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ട്, ഇത് വേറെ ഒരെണ്ണം ഇതിൻ്റെ ഈ ബ്ലേഡ് അയക്കുന്നതുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. അതിൻ്റെ ലോക്ക് ഒന്നിങ്ങനെ തട്ടിയിട്ട് ഒന്നിങ്ങനെ വലിച്ചിട്ട് ഫ്രണ്ടിലോട്ട് ഒന്ന് ഊരി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്ലേഡ് ഊരി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കണ്ട്, ഇതിൻ്റെ ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല. അതിപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ സ്ക്രൂ ഓരോന്നിനും ഓരോ മോഡലായിരിക്കും സ്ക്രൂ ഒക്കെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എവിടെയൊക്കെ സ്ക്രൂ വരുന്നുണ്ട് എന്നുള്ളത്. അത് അഴിച്ചിട്ട് എടുക്കാം. ചിലത് പിന്നെ ലോക്കുള്ള ടൈപ്പ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചെറിയ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും എടുത്തിട്ട് ലോക്ക് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, അവിടെയും 2 സ്ക്രൂ വരുന്നുണ്ട്. ഇതിൻ്റെ 2 ക്ലിപ്പ് പോലത്തെ കണ്ടോ, അത് നമ്മൾ ആ പിന്നെ ബ്ലേഡ് ലോക്കാവാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പാണത്. അപ്പോൾ അത് പിന്നെ അവിടെയുള്ള സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കാം. അത് മുകളിലത്തെ ബോഡിയായിട്ട് ഇത് വരുന്നുണ്ട്. ബോഡി കൂടിയാണ് താഴേക്ക് ആ ക്ലിപ്പ് സ്ക്രൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ക്രൂ അഴിച്ചെടുത്തിട്ട് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. അതിന് ഇതിൻ്റെ ബാക്കിലായിട്ട് കണ്ടോ, ഇത് ചാർജ് കുത്തുന്നതിൻ്റെ അവിടെയായിട്ട് 2 സ്ക്രൂവും കൂടി ഉണ്ട്. അപ്പോൾ ആ 2 സ്ക്രൂവും കൂടി അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കവറ് അഴിഞ്ഞു വരും. ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. പലപ്പോഴും നമ്മളെന്ന് വെച്ചാൽ ട്രിമ്മറൊക്കെ കംപ്ലയിൻ്റ് ആകുമ്പോൾ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് വേറെ വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു 90% കംപ്ലയിൻറ്റുകളും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ആർക്കും എല്ലാ കംപ്ലയിൻറ്റും നമുക്ക് റെഡിയാക്കാം. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ കംപ്ലയിൻറ്റും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കംപ്ലയിൻറ്റുകൾ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ അത് കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മോട്ടർ വരുന്നുണ്ട്. കണ്ടോ, 2 ബാറ്ററിയും വരുന്നുണ്ട്. 1.2 വോൾട്ടിൻ്റെ 600 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അത് വരുന്നത്, 2 എണ്ണം. അപ്പോൾ ഈ ബാറ്ററിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിടാം. അത് നമുക്ക് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ ഇതിൻ്റെ ബാറ്ററി വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റിയിടാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ അതിപ്പോൾ ഇതൊരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്നതാണ്. കണ്ടോ, സ്വിച്ചാണിത്. അപ്പോൾ അത് ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ കോണ്ടാക്റ്റ് കിട്ടുമ്പോഴാണ് ഇത് ഓൺ ആകുന്നത്. അത്രേ ഉള്ളൂ. ഇതിൻ്റെ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കാക്കുമ്പോൾ കോണ്ടാക്റ്റ് വിടും, ഫ്രണ്ടിലോട്ട് നമ്മൾ ഓൺ ആക്കുമ്പോൾ ആ കോണ്ടാക്റ്റ് തമ്മിൽ
ആ 2 പോയിൻ്റ് തമ്മിൽ കോൺടാക്റ്റ് കിട്ടും. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു സ്വിച്ചാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ കൊറോഷൻ പോലെയൊക്കെ വരും. അപ്പം ചിലപ്പോൾ സ്വിച്ച് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ബാറ്ററീൻ്റെ ഒരു കണക്ഷൻ വിട്ട് കിടക്കുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. ഉണ്ടോ? അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് സോൾഡർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മിക്കവാറും അതായിരിക്കണം കംപ്ലയിൻറ്റ്, വേറൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ നമുക്കൊന്ന് സോൾഡർ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് പിടികിട്ടും. അപ്പോൾ ഈ ബാറ്ററിയൊക്കെ നമുക്ക് മീറ്റർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബാറ്ററിയിൽ വോൾട്ടേജൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി പോയതൊക്കെ ആണെങ്കിൽ, പോയതല്ല ഇതിൻ്റെ കോൺടാക്റ്റ് വിട്ടുപോയതാണിത്. അപ്പോൾ നമുക്കതൊന്ന് സോൾഡർ ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 2 പോയിൻ്റ് ഒന്ന് സോൾഡർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം പിന്നീട് വിട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ നമ്മൾ എല്ലാ പോയിൻറ്റും സോൾഡർ ചെയ്തിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഈ മോട്ടർ വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ചില മോഡലിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ AC ഡയറക്റ്റ് ഈ ട്രിമ്മറിലേക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സർക്യൂട്ട് കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ്, ഇത് 3 വോൾട്ട് ഔട്ട് വരുന്ന ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി നമുക്ക് സേഫ്, നമുക്ക് അയച്ച് ചെയ്യാനും പിന്നെ ഇതിനൊക്കെ സേഫ് ഇതാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് AC വരുന്നില്ല, 3 വോൾട്ട് DC മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഊരിയെടുത്ത 2 ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് അങ്ങ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ആ ബ്ലേഡിന് ലോക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കവറും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. മിക്കവാറും ആ കംപ്ലയിൻറ്റ് തന്നെ ആവണം, വേറെ കംപ്ലയിൻ്റ് ഒന്നും വരാൻ വഴിയില്ല. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് ഞാൻ സെറ്റ് എടുക്കുകയാണ് ഏതായാലും. അപ്പോൾ സ്ക്രൂ ഒക്കെ ഒന്നിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഏത് കമ്പനീൻ്റെ ആയാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വലിയൊരു റിസ്ക് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ കാണിക്കുന്നത്. നമ്മളെ മെയിൻ ചാനലിൽ നമ്മൾ അഗ്രികൾച്ചറും ഫ്ലവർ പോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും ചെടികളെക്കുറിച്ചും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒറ്റമൂലികളെക്കുറിച്ചുള്ളൊക്കെ വീഡിയോ ഒക്കെ ആണ്. അപ്പോൾ നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. ഇനി ആ ഫ്രണ്ടിൽ 2 സ്ക്രൂവും കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് ഇട്ട് സെറ്റാക്കി എടുക്കാം. ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആർക്കും ചെയ്യാം. ഒന്ന് ആദ്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, പിന്നീട് നമുക്ക് ചെയ്യുമ്പോൾ ഒരു വിഷമമില്ല. അപ്പം നമ്മുടെ ആ സ്ക്രൂവും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നമ്മളെ ബ്ലേഡ് സെറ്റാക്കി എടുക്കാം. ബ്ലേഡും ഒരു ലോക്കായിരിക്കും, മിക്കവാറും ബാക്കിലൊരു ലോക്ക് പോലെ ഉണ്ടാവും. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാകും. അങ്ങനെ എല്ലാം ഊരിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം, കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രിമ്മറിൻ്റെ പ്രശ്നം ബാറ്ററീൻ്റെ ആയിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. കണ്ടോ, സംഭവം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്